അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്ജിദുൽ അഖസയിലേക്ക്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് രാത്രി പ്രയാണം നടത്തിയതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖസയിൽ നിന്ന് 7 ആകാശവും താണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു സ്ഥലം വരെ പോയി വന്നതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രാ ഇലൽ മസ്ജിദുൽ അഖസ, അത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരുന്നത് അതാണല്ലോ. ആദ്യം ചെയ്തത് ഇസ്രാ അല്ലേ. ഖാലത്ത് തആല, അല്ലാഹു തആല പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ, ഒരു അല്ലാഹു പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനത്തെ അല്ലാഹുവാണ് അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ അവൻ രാത്രി നടത്തിയിട്ടുണ്ട്. അസ്റാ ലൈലൻ, രാത്രി നടത്തിയിട്ടുണ്ട്. മിനൽ മസ്ജിദിൽ ഹറാം, എവിടെ നിന്നാണ്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ വരെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് പോയി എന്നല്ല, യാത്ര ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. കാരണം ബുറാഖ് എന്ന വാഹനത്തിലൂടെയാണല്ലോ പോയത്, നടന്നിട്ടല്ലല്ലോ. അപ്പൊ രാത്രി സമയത്ത് അല്ലാഹു തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തി. എന്നാൽ അവിടെ അള്ളാഹു ഉപയോഗിച്ചൊരു പദം നിങ്ങൾ കണ്ടോ? ബിഅബ്ദിഹി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, പരിശുദ്ധനായ അള്ളാഹു അവൻ ഒരു വിശേഷമായൊരു യാത്ര അവൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരെക്കൊണ്ട് എന്ന് പറയുന്നിടത്ത് അവൻ ഉപയോഗിച്ച പദം അബ്ദിഹി എന്നാണ്, അള്ളാഹുവിൻ്റെ അടിമയെ കൊണ്ട്. അപ്പൊ അടിമ എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. അള്ളാഹു എൻ്റെ അടിമ എന്ന് പറയുമ്പോൾ അത് റസൂലുള്ളാഹിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അള്ളാഹു എന്നെ അടിമ എന്ന് വിളിച്ചാൽ അള്ളാഹിൻ്റെ റസൂലിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അള്ളാഹുവിനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ എൻ്റെ അടിമ എന്ന് വിളിക്കുന്നതിൽ വലിയ സന്തോഷമാണ്. ഉദാഹരണം നോക്ക്, ഒരു ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനെ ഇതിൻ്റെ ശിഷ്യനാണെന്ന് ആളെക്കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ആ ഉസ്താദിന് ആ ശിഷ്യനോട് നല്ലോണം മതിപ്പുണ്ട്, സ്നേഹമുണ്ട് എന്നർത്ഥം. അനുസരണമുള്ള ശിഷ്യനാണ്, നല്ല പഠിക്കുന്ന ശിഷ്യനാണെന്നർത്ഥം. പിന്നെ മക്കളെ കൂട്ടി അല്ലെങ്കിൽ മക്കളിൽ ഒരു മോനെ വിളിച്ച് ഇതെൻ്റെ മോനാണ്, പരിചയത്തിന് പറയലുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആ മോനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇതെൻ്റെ മോനാണ് എന്ന് പറഞ്ഞ് ഇത് എൻ്റെ മോനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ തിരുസക്കാരനായ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നർത്ഥത്തിലാണ്. അതിലും കൂടുതലായി അള്ളാഹു അവൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അള്ളാഹു ഒരു പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ, ഒരു അള്ളാഹു പരിശുദ്ധനാണ്. ഇങ്ങനത്തെ അള്ളാഹു അസ്റാ ബിഅബ്ദിഹി, അവൻ്റെ അടിമയെ അവൻ പ്രയാണം നടത്തിയിട്ടുണ്ട്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമാകുന്ന മക്കത്തെ പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. അല്ലദീ, അങ്ങനത്തെ മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയാണ് ബാറകനാ ഹൗലഹു, ചെറിയ പള്ളി എന്തല്ല, ചില്ലറ പള്ളിയല്ല. ബാറകനാ ഹൗലഹു, ആ പള്ളിയുടെ ചുറ്റുമാകവും നമ്മൾ ധാരാളം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബർക്കത്ത് കൊണ്ട് നിറഞ്ഞ പള്ളിയാണ്. അപ്പൊ ബർക്കത്ത് എന്നത് ഉണ്ട് എന്ന് ഖുർആൻ വ്യക്തമാക്കി പറയുന്നു. അപ്പൊ മസ്ജിദുൽ അഖ്സയിൽ ബർക്കത്ത് എന്താണ്? മഹാന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ബി ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീൻ, അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെ ഖബറുകളെ കൊണ്ടാണ്. അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ഖബറിനടുത്ത് ബർക്കത്ത് ധാരാളമുണ്ട്, സ്വാലിഹീങ്ങളുടെ ഖബറിനടുത്ത് ബർക്കത്തുണ്ട്. അവിടെ അതാണ് പറയുന്നത്, മഹാന്മാർ സ്വാലിഹീങ്ങളുടെ ഖബറിനടുത്ത് പോയാൽ അവിടെ യാസീനും ഖുർആനൊക്കെ ഓതലൊക്കെ വളരെ പുണ്യമായ കാര്യമാണ്. അതേപോലെ തന്നെ അവിടെ അല്പം നേരം താമസിക്കലും വളരെ പുണ്യമാണ്. അവരെ മുമ്പിൽ അല്പനേരം താമസിക്കുക, കുറേ നേരം താമസിച്ച പിന്നെ നല്ലതാണ്. അവിടെ വെറുതെ ഇങ്ങനെ ദിക്ർ ചെല്ലാതെ തന്നെ ഇരുന്നാലും ആ മഹാന്മാരുമായിട്ടുള്ള ബന്ധം നമ്മുടെ കൽബിലേക്ക് കൽബിയായ ആത്മീയമായ ബന്ധം വരും. അതുകൊണ്ട് കൽബിനൊരു ഉണർച്ച വരും, കൽബിനൊരു ഹയാത്ത് വരും. മഹാന്മാരെ ഖബറിനടുത്ത് കുറച്ചു നേരം താമസിക്കണം. പോകുന്ന സിയാറത്താക്കി തിരിച്ചു വരികയല്ല, പോവുക സിയാറത്താക്കി തിരിച്ചു വരിക, അങ്ങനെയല്ല. വളരെ സമയം അവിടെ ആ മഹാന്മാരുടെ ഖബറിനടുത്ത് നമ്മൾ എന്താക്കുക, സമയം കളയുക. അത് വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. കാരണം അതിൽ ബർക്കത്തുണ്ട്, അവിടെ ബർക്കത്തുണ്ട്. ബാറകനാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ബർക്കത്തുണ്ട്. കാരണം അവിടെ അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളാണുള്ളത്. അങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ എൻ്റെ അടിമയെ റാപ്രയാണം നടത്തി. എന്തിനാണ് നടത്തിയത്? ലിനുരിയഹു മിൻ ആയാതിനാ, എൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, ആ അല്ലാഹു കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്.